നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇപ്പോൾ ഫേസ്ബുക്ക്, ഇപ്പോൾ തന്തവയ്പ്പുള്ളവരാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അതെല്ലാം യൂസ് ചെയ്യണവരായിരിക്കും. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് ഫോണിലൂടെയോ വാട്സാപ്പ് വഴിയോ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കാം. സപ്പോസ് ഇപ്പോൾ നാളെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസായിട്ട് ഞാൻ ഈ ഷൂ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ സെർച്ച് ചെയ്യുന്നു എന്നൊക്കെ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ, ഞാൻ പുതിയ ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, പിന്നീട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് തപ്പുകയാണെങ്കിൽ അതേ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പല പല ഫോണുകളുടെ മോഡലുകൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് എന്താണോ അതെല്ലാം ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ടായിരിക്കും, റീൽസ് വഴിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വഴിയായിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ഡാറ്റ, നമ്മുടെ പ്രൈവസി ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ അവിടെ മിസ് ആവുകയാണ്. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എല്ലാം നല്ലതാണ്, പക്ഷേ നമ്മുടെ ഡാറ്റയും നമ്മുടെ പ്രൈവസിയും എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.